വെൽക്കം ബാക്ക് ഷിനൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി ഷവർമ സമോസ ആൻഡ് മയോണീസ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. മയോണീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതിനൊരു ജാർ ആവശ്യമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അളവിനനുസരിച്ച് എത്ര ആളുകളുണ്ടോ അതനുസരിച്ച് എനിക്കിവിടെ 2 മുട്ടയാണ് ആവശ്യം. 2 മുട്ട ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 2 ഇല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് പുളിപ്പിനനുസരിച്ച വിനീഗർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് കുറച്ച് എണ്ണയായി ഒഴിച്ച് ബ്ലെൻഡ് ചെയ്ത് അരക്കാണ് വേണ്ടത്. എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ കറക്റ്റ് ആയിട്ടാണ് മയോണീസിന്റെ സംഭവം കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഷവർമ സമോസയാണ് വേണ്ടത്. ഇതിലേക്ക് ക്യാബേജ്, ഉള്ളി, ക്യാരറ്റാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് കുഞ്ഞതായിട്ട്. പിന്നെ നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് ചിക്കൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടിക്ക് ലേശം എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഉള്ളി ഇട്ടിട്ടുണ്ട്. നന്നായി വഴറ്റണം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നന്നായി വഴറ്റണം. ആ ഒരു വഴറ്റലാണ് നമ്മുടെ സമൂസന്റെ ആ ഒരു ടേസ്റ്റ് കിടക്കുന്നത്. നമ്മൾ എത്രത്തോളം വഴറ്റണം അത്രയും നല്ലതാണ്. പിന്നെ പെട്ടെന്ന് വഴലാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പിട്ട് പിന്നെ നല്ലോണം ഇളക്കി അതിലേക്ക് ക്യാബേജ്, ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ ക്യാബേജ് ഇട്ടൊക്കെ നമുക്ക് പകുതി വേവ് മതിയാവും കേട്ടോ. കാരണം നമുക്കൊരു ഷവർമ ഒക്കെ കഴിക്കുന്ന പോലെയാണ് വേണ്ടത്. അപ്പൊ ഞാൻ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മുടെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മൂന്നും പാട് നന്നായി മിക്സ് ചെയ്യണം. അപ്പൊ നമ്മള് പകുതി വേവാകുമ്പത്തിന് നമുക്ക് ഇറക്കാം കേട്ടോ. പിന്നെ നല്ല വേവുണ്ടവർക്ക് നല്ല വേവിക്കും ചെയ്യാം. പക്ഷെ അത്ര വേവുണ്ടായിരിക്കില്ല അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ നമ്മളത് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് അതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് ഇട്ട് കൊടുത്ത് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് അരച്ചു വെച്ച ചിക്കൻ നമ്മൾ നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഒക്കെ നമ്മൾ ആവശ്യത്തിനുള്ളതായിട്ട് വെന്ത് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ഡിഷ് റെഡിയായി. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ആ ഡിഷിലേക്ക് നമ്മുടെ മയോണീസ് ഇത്തിരി ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ മയോണീസ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. പിന്നെ നമ്മുടെ സമോസ ഷീറ്റ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ മടക്കാൻ. ചിലവർക്കൊക്കെ അറിയുണ്ടാവും, പക്ഷെ ഇതാ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത്. ഇതങ്ങനെ ഒരു സമോസ ഷീറ്റ് മടക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മുടെ തീറ്റ നിറച്ചു കൊടുത്ത് നമ്മളത് ഇതെങ്ങനെ കവർ ചെയ്ത് കൊടുക്കും. നമ്മൾ മൈദയും വെള്ളം കൂടാണ് നമ്മൾ അതിന് ആയിട്ടുള്ള ഗമ്മിന് ആവശ്യമായിട്ടുള്ളത്. ഇത് നമ്മുടെ സമൂസ. ഇത് എനിക്ക് ചിക്കൻ ഇല്ലാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതാ ആ ഒരു സമൂസ ഒക്കെ പൊരിച്ചെടുക്കാണ്. നന്നായി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിതാ അതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇത് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. ഇതുപോലെ നല്ലോണം ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഇതാ അതിൻ്റെ കൂടെ ഒരു ചായയും അങ്ങനെ സമൂസ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.